നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം പ്രശസ്തനായ കലാകാരൻ, ആക്ഷൻ കോമഡിയിലൂടെ മിമിക്രിയിൽ ഏറെ തിളങ്ങി, അതോടൊപ്പം തന്നെ തനിക്ക് നൽകുന്ന കഥാപാത്രത്തെ വളരെ വിജയകരമായി അവതരിപ്പിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത്, നാട്ടുകാരൻ, ജവാനും മുല്ലപ്പൂവും എന്ന ചലച്ചിത്രത്തിലെ നായകൻ കൂടിയായ സുമേഷ് ചന്ദ്രൻ. താങ്ക് യു. നമസ്കാരം. ഈ കന്നഡ ജാടയ്ക്ക് വെച്ചേക്ക എന്ന് പറയാൻ വേണമെങ്കിൽ ജാട വേണമല്ലോ. ജാട വേണം. ഈ കന്നഡ എന്താ പറയുക, സ്ഥിരം ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഞാനിപ്പം കുറേ കാലങ്ങളായി സിനിമയ്ക്ക് ശേഷമല്ല, അതിന് മുമ്പേ വെക്കാറുണ്ട്. കൂളിംഗ് ഗ്ലാസ് വെക്കും. എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് തരാമെന്ന് വരെ ചോദിച്ച് കൈയൊക്കെ പിടിച്ച് മേടിച്ചിട്ട് വരും. അങ്ങനെയാണ്. പലതരം കന്നഡകളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ഓസ്ട്രേലിയക്ക് പോയി, കഴിഞ്ഞ ഇടയ്ക്ക് ഓസ്ട്രേലിയക്ക് പോയപ്പം ഗിഫ്റ്റ് കിട്ടിയ ഒരു കന്നഡയാണ്. ഈ വാച്ച് ഗിഫ്റ്റ് കിട്ടിയാണ് ഓസ്ട്രേലിയയിൽ നിന്ന്. പണ്ടൊക്കെ ചമ്മലായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഈ കന്നഡ കൂളിംഗ് ഗ്ലാസും വെച്ച് കിടക്കുന്ന. ഞാൻ ഒറ്റപ്പെട്ടു പോകും, വേറൊരുത്തരും വയ്ക്കുന്നില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ ബൈക്കിൽ പോകുമ്പോഴും നടന്നു പോകുമ്പോഴും കടയിലൊക്കെ എന്തെങ്കിലും പോകുമ്പോൾ ഇത് ഊരത്തില്ല, ഊരാതെ ഇങ്ങനെ കടയിൽ കയറി എന്തെങ്കിലും സംസാരിക്കും. അപ്പോൾ അവരെന്തെങ്കിലും കോമഡിയൊക്കെ പറയും. ഓ, ഇയാള് അച്ഛൻ്റെ പേര് ചന്ദ്രൻ ആണല്ലോ എന്ന് പറയും. ചൊറിച്ചിലുകാരുടെ ഒരു ചോദ്യം. പിന്നെ ഞാൻ എന്ത് വിചാരിച്ചു, ഞാൻ പിന്നെ ഊരൂല. അപ്പം ഇപ്പം ശീലമായി. അപ്പോൾ ആൾക്കാർ അവൻ അങ്ങനെ നടക്കുള്ളൂ എന്നായി. അങ്ങനെ ഈ ഇടയ്ക്ക് ഇങ്ങനെ നടന്നപ്പോൾ എനിക്ക് കണ്ണിസൂക്കേട് വന്നു. കണ്ണിസൂക്കേട് വന്നത് ഒരു മനുഷ്യക്കുഞ്ഞ് അറിഞ്ഞിട്ടില്ല പഴത്തോട്ടത്ത്. നടക്കണത് ഊരേണ്ട കാര്യമില്ല, ഇവന് ഊരത്തില്ലെന്ന് അറിയാലോ. അങ്ങനെ ഒരു 3-4 പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് കണ്ണിസൂക്കേട്. അങ്ങനെ കന്നഡ കൊണ്ടൊരു കൂടം കിട്ടി. വെരി ഗുഡ്. പിന്നെ ഇപ്പൊ ചേട്ടൻ ഈഗോ അടിക്കാതിരിക്കും പറ്റി ഞാൻ ഊരാ. ഇപ്പൊ കണ്ണിന് ചെറിയ ചുമപ്പുണ്ടല്ലോ. ടെൻഷൻ. ഇപ്പൊ എത്ര വർഷമായി മിമിക്രിയിൽ? മിമിക്രിയിൽ 16-17 വർഷം. 16-17 വർഷമായിട്ടുണ്ട് അല്ലേ. ആദ്യകാലങ്ങളിൽ സുഹൃത്ത് വലയങ്ങൾ ആരൊക്കെയായിരുന്നു? സുഹൃത്ത് വലയങ്ങൾ അടുത്തുള്ളവരുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഞാൻ ഈ ചാനൽ പരിപാടിക്ക് മത്സരത്തിന് പങ്കെടുത്തതിന് ശേഷം പിന്നെ ഇങ്ങനെ ഓരോ അവിടെ ഇവിടെ ചേർത്തല, ആലപ്പുഴ, കൊല്ലം അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ആയിട്ട് ടീമുകൾ ഉണ്ടാക്കി. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും പിന്നെ കണക്ഷൻ മാറി. പിന്നെ നാട്ടിൽ ചെറിയ വഴി അറിയുന്നുണ്ട്. എനിക്കിപ്പം ഇൻ്റർവ്യൂവിലൂടെ പറയാനുള്ള കാര്യമുണ്ടല്ലോ. പറയണം. മനോഹരനെയൊക്കെ കണ്ടാണ് ഞാനൊക്കെ തുടങ്ങിയത്. സ്വന്തം അയൽവക്കത്ത് വലിയൊരു കലാകാരൻ മനോഹരൻ, ഉണ്ണിച്ചേട്ടൻ ഒക്കെ അടങ്ങുന്ന കുറേ പേരുടെ പ്രൊഫഷണലായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഗിന്നസിലൊക്കെ വന്ന് പാടാൻ വന്നിട്ടുണ്ട്. സുമേഷ് ആദ്യം പാട്ടായിരുന്നു. നീ എറിഞ്ഞോ? അതെ, അത് കുടിയൻ ചെയ്തതിന് ശേഷമാണ്. അതെ, പാട്ട് തുടങ്ങുന്നത് പറഞ്ഞാൽ ചെറുപ്പം മുതൽ 3-ാം ക്ലാസ്സൊക്കെ മുതൽ ലളിതഗാനങ്ങളും ഇതൊക്കെ പഠിച്ചുകൊണ്ട് പാടാറുണ്ട്. യൂത്ത് ഹോസ്റ്റലിനൊക്കെ വേണ്ടി പഠിക്കും മാസ്റ്ററൊക്കെ വെച്ചിട്ട്. അങ്ങനെ പാടിയിട്ടുണ്ട്. അങ്ങനെ പാട്ട് വന്ന് കരോക്കെ വന്നപ്പോഴാണ് കരോക്കെ ആദ്യമായിട്ട് മറ്റേ കാസറ്റ് പേനായിട്ട് ഇറക്കി റിവൈൻഡ് അടിക്കുന്ന കാസറ്റ് ഉണ്ടല്ലോ, ആ കാസറ്റിൽ ഞങ്ങൾക്ക് ട്രൂപ്പ് ഉണ്ടായിരുന്നു. പഴന്തോട്ടം പ്രതിഭ എന്ന് പറഞ്ഞിട്ട്. പ്രതിഭ എന്ന് പറഞ്ഞ പ്രോഗ്രാമായിട്ടൊക്കെ നടക്കുമ്പോൾ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ഒരുപാട് എന്ന് പറഞ്ഞാൽ പരിപാടി ചെയ്യാൻ പോയിരിക്കണതിൽ നമ്മുടെ ഒരു സ്റ്റേജിൽ ഞാൻ നമ്മളിപ്പോൾ പരിപാടിക്ക് ചെല്ലുമ്പം ഞാൻ ഈ ഒറ്റയാൾ പോരാട്ടം എന്നുള്ള സെറ്റപ്പിൽ ഈ കള്ളൂടിയൻ 1-man ഷോ ആയിട്ട് ചെയ്യുമ്പോൾ ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ആളുകൾ പല തരക്കാരാണല്ലോ. പിന്നെ ഏത് മൂഡിലായിരിക്കും ഇരിക്കുന്നതെന്ന് നമുക്കറിയില്ല. നമ്മുടെ തമാശയെ അക്സെപ്റ്റ് ചെയ്യുമെന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള ടെൻഷനും ഭയമൊക്കെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ പുറത്തേക്ക് ഇറങ്ങി ഇവരുമായിട്ട് സംസാരിക്കുമ്പോൾ സ്വയം ഒരു എഡിറ്റിംഗ് സ്റ്റുഡിയോ ആയിട്ട് നമ്മൾ ഇറങ്ങണം. തീർച്ചയായിട്ടും. എന്ത് പറയണം, എങ്ങനെ എവിടെ നിർത്തണം എന്നൊക്കെ തീരുമാനിക്കേണ്ടി. അപ്പോൾ അങ്ങനെ ഒരു വേദി ചെന്നപ്പം സിദ്ദിഖ് സാറാണ് എന്നെ രക്ഷപ്പെടുത്തിയെന്ന് പറയാം. സിദ്ദിഖ് സാർ ഒരു വേദിയിൽ ഞാനപ്പം പരിപാടിക്ക് ചെന്നേക്കണു. ടീമുകളൊക്കെ ഉണ്ട്, പാട്ടുകാരുണ്ട്, ഡാൻസേഴ്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ഞാനവിടെ ചെല്ലുമ്പോൾ എൻ്റെ ടെൻഷൻ ഇതാണ്, ഇത് ഓഡിയൻസ് എങ്ങനെയായിരിക്കും, അവരുമായിട്ടാണല്ലോ നമ്മൾ പ്ലേ ചെയ്യണത്. അപ്പോൾ അങ്ങനെ ഓരോ ആളുകളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവിടെ നിന്ന് ഈ പരിപാടി ഇന്നും നടത്തിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്ന ആളുകളുണ്ട്. മുഖച്ചായൊക്കെ അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയില്ല. നമ്മുടെ ടെൻഷൻ കൂടുക പിന്നെ. അങ്ങനെ ഞാൻ വന്നപ്പോഴേ കുറേ ആളുകളൊക്കെ നോക്കി. ഓട്ടോറിക്ഷക്കാർ, ഡ്രൈവർമാർ അവിടെ നിന്ന് കാക്കിയൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യാൻ പോകണം എന്താണെന്ന് കാണണമല്ലോ എന്നുള്ള രീതിക്കൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ടെൻഷനായി ഒരുങ്ങുമ്പോഴൊക്കെ അങ്ങനെയായിരുന്നു. പൊതുസമ്മേളനം കഴിഞ്ഞിട്ടാണ് പരിപാടി നടക്കുന്നത്. ഈ പൊതുസമ്മേളനത്തിൽ എനിക്കറിയില്ലായിരുന്നു സിദ്ദിഖ് സാറ് ഗസ്റ്റായിട്ടുണ്ട്. അപ്പോൾ ഈ നോട്ടീസിൽ സുമേഷ് ചന്ദ്രൻ നയിക്കുന്ന മെഗാ ഷോ എന്നും പറഞ്ഞിട്ട് നോട്ടീസിലുണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയും ഉണ്ട് അതിനകത്ത് ആ നോട്ടീസിൽ. അങ്ങനെ സാറ് വന്നിരുന്നു. സമ്മേളനം തുടങ്ങി. സാറിൻ്റെ സംസാരിക്കാനുള്ള സമയമായപ്പോൾ സാറ് ചെന്നിട്ട് സംസാരിച്ചത് മുഴുവൻ എന്നെക്കുറിച്ചായിരുന്നു. അല്ല, സുമേഷിനെ അപ്പോൾ ഇപ്പോൾ നോട്ടീസ് കണ്ടിരുന്നു. അതായത് ഇരുന്നപ്പോൾ നോട്ടീസ് ജസ്റ്റ് നോക്കിയിട്ട് കണ്ടതാണ്.
അപ്പം ഞാൻ ഈ പരിപാടിക്ക് ഉണ്ടെന്നുള്ള കാര്യം സാറ് മനസ്സിലാവുകയും സാറ് പിന്നെ അന്ന് പ്രസംഗിച്ചത് മുഴുവൻ എന്നെക്കുറിച്ചാണ്. ഓക്കെ. ഞാൻ ഈ കോമഡി ഫെസ്റ്റിവൽ എന്ന് പറയുന്ന മനോരമയിലെ റിയാലിറ്റി ഷോയിൽ 2 വർഷം ഉണ്ടായിരുന്നു. സാറുമായിട്ട് അത്ര ബന്ധമുണ്ടായിരുന്നു. സാറ് ജഡ്ജ് ചെയ്യുകയും എല്ലാ സ്കിറ്റുകളും എല്ലാ കഥാപാത്രങ്ങളെയും സാറ് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്നെയൊക്കെ ഇഷ്ടമായിരുന്നു. ഓക്കെ. അതുപോലെ തന്നെ സാറിൻ്റെ ഭാസ്കർ ദ റാസ്കൽ എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ടൊരു ഡയലോഗുള്ളൊരു വേഷം സാറ് തരുന്നത് ഈ ഷോയിലൂടെ വന്നതിന് ശേഷം. അതെ. എന്നിട്ട് സാറ് എന്നെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞു, ഒരു രക്ഷയില്ലാത്ത കലാകാരനാണ്, പാട്ട് പാടും, ഡാൻസ് കളിക്കും, പിന്നെ അതുപോലെ മിമിക്രി സ്കിറ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ പുകഴ്ത്തി വെച്ചു. പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലണത് ഒരു സ്റ്റാറാണ് ചെല്ലണത്. ടെൻഷൻ അടിച്ചിരുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് ഒരു ദൈവം നിശ്ചയിച്ച പോലെ സാർ ആ 2-3 വാക്കുകൾ പറഞ്ഞ് അവിടെ ഒരു ആങ്കർ നമ്മളെ പരിചയപ്പെടുത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ എന്ന് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ. അതെ. ഓക്കെ. അതിന് മുകളിൽ സാറൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ ചെന്ന് കയ്യടിയ ആ ദേഷ്യപ്പെട്ട മുഖങ്ങളൊക്കെ അങ്ങ് ചിരിയും, ഒരു ഗസ്റ്റ് വരുന്നതും സെൽഫി എടുക്കലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര രസമുള്ള പരിപാടിയായി മാറി. അത് വല്ലാത്തൊരു അനുഭവമാണ്. അനുഭവമാണോ അത്? ഞാൻ അത്രയും ടെൻഷൻ അടിച്ചാൽ പറയുന്നത്. ഞാൻ സുമേഷിൻ്റെ ഒരുപാട് സ്കിറ്റുകൾ കാണാറുണ്ട്. വളരെ മനോഹരമായ സ്കിറ്റുകളാണ്. പ്രത്യേകിച്ച് കുടിയനെ ചില ആർട്ടിസ്റ്റുകൾ കാണിക്കൽ ഓവറായിട്ട് കാണിക്കും. പക്ഷെ സുമേഷ് വളരെ മിതത്വമുണ്ട് ആ അഭിനയത്തിലും ആക്ഷനിലും ഒക്കെ. അത് ഈ പറയുന്നത് നമ്മുടെ നാട്ടിൻപുറത്തെ കുറേ ആൾക്കാർ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ പഴന്തോട്ടത്ത് എൻ്റെ അച്ഛൻ, എൻ്റെ ചാച്ചൻ, പിന്നെ എൻ്റെ അച്ഛൻ്റെ കൂടെ പണിക്ക് വരാറുള്ളൊരു ചേട്ടൻ്റെ തങ്കച്ചൻ എന്ന് പറഞ്ഞു, മരിച്ചുപോയി. അവരുടെയൊക്കെ നടപ്പും അവരൊക്കെ ഈ പറഞ്ഞ പോലെ ആടി നടക്കുന്ന ആൾക്കാരല്ല. കറക്റ്റ് സ്റ്റെപ്പ് വെച്ച് ജസ്റ്റ് ഒരു ഉറങ്ങി പോയാലും അടുത്ത വിരലൊക്കെ വെച്ച് ഇങ്ങനെ പിടിച്ച് ഉടുമ്പ് പിടിക്കും പോലെ പിടിച്ച് കയറും. വീഴൂല, ആടിയും പോവില്ല. അങ്ങനെ ഈ ഒരു വൈകിട്ട് പണിയൊക്കെ കഴിഞ്ഞിട്ട് കയ്യിൽ 2 കിലോ ചാളയൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ വരുമ്പോൾ ഈ കൂടിന്റെ ആട്ടത്തിൽ ആടിപ്പോകും ഒരു സൈഡിലേക്ക്. അങ്ങോട്ട് കുറെ പോകുമ്പോ ഈ കൂടിപ്പുറം പിടിക്കും. അപ്പൊ ഇപ്പുറത്തേക്ക് അങ്ങനെ ലെവൽ ചെയ്യുന്ന കുടിയന്മാരാണ് നമ്മുടെ ഏരിയയിലുള്ളത്. അവരെ ഞാൻ കണ്ട് കുറെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അതാണ് കള്ളുകൂടിയുടെ ഒക്കെ. പിന്നെ ഞാൻ പാട്ട് പാടിക്കൊണ്ടിരുന്ന ചേട്ടാ, ഞാൻ ആദ്യം പാട്ട് പാടിക്കൊണ്ടിരുന്ന ഒരു അനുഭവം ഉണ്ട്. വെച്ചാൽ ഞാനൊരു പാട്ട് ആദ്യം പാടും, കാറ്റേ കാറ്റേ എന്നുള്ളൊരു പാട്ടില്ലേ, കാറ്റേ കാറ്റേ ആ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ സത്യൻ മാഷിന്റെ ഫിഗർ ചെയ്തുകൊണ്ട് ഈ ബോയൊക്കെ കെട്ടി ഫിഗർ ചെയ്തുകൊണ്ട് പാട്ട് ഒറിജിനലായിട്ട് തന്നെ പാടും. കൂടെ ഒരു കൗതുകത്തിൻ്റെ ഒരു ഫിഗർ. ഓക്കെ, കൊള്ളാം. അത് നല്ലതാണ്. ഫിഗർ ചെയ്തുകൊണ്ട് പാടുക എന്ന് പറഞ്ഞാൽ നല്ലതാണ്. അതെ, അത് വന്നത് വെച്ചാൽ പുതിയ നല്ല പാട്ടുകാരൊക്കെ വന്നു തുടങ്ങി. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തേക്കും ചാടിയത്. കയ്യിൽ മിമിക്രി കിടക്കണമായിരുന്നുണ്ട്. അല്ല, ആദ്യമേ തന്നെ സുമേഷിന് മിമിക്രിയോടായിരുന്നു അല്ലെങ്കിൽ പാട്ടിനോടായിരുന്നു താല്പര്യം? മിമിക്രി പാട്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഹൈസ്കൂൾ വരെയൊക്കെ പാട്ട് തന്നെയായിരുന്നു. ഹൈസ്കൂൾ കഴിഞ്ഞ് പിന്നെ നാടകങ്ങൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ അപ്പോഴേ എൻ്റെ സിനിമയിലേക്കൊരു ചാഞ്ചാട്ടം വന്നു. സിനിമ തന്നെയാണ് സ്വപ്നം. അത് തന്നെ. ചെറുപ്പത്തിലെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പോകാതെ മുടിയേരി മോഹൻലാലിനെ പോലെയൊക്കെ കാണിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ തുടങ്ങിയൊരു ഇതാണല്ലോ. അതെ. അങ്ങനെ ഞാൻ കലാഭവനിൽ പോയി പഠിക്കാൻ പോയി. കലാഭവനിൽ മിമിക്രിക്ക് പഠിക്കാൻ എന്ന് പറഞ്ഞത് അതും ഈ പറഞ്ഞ പോലെ അന്നേരം ചിന്തിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിലേക്കുള്ളൊരു എൻട്രി ആ സമയത്തൊക്കെ കലാഭവനിൽ നിന്നുള്ള മിമിക്രിക്കാരായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. മണിച്ചേട്ടൻ, ജയറാവട്ടെ, അങ്ങനെയൊക്കെ പോയ കഥകളൊക്കെ ഓർത്തപ്പോൾ അവിടെ ചെന്നൊന്ന് കയറാം, അവരുടെ പരിപാടിയിൽ കയറ്റാൻ പോകാനോ എങ്ങനെയും കൂടി ഒരു പരിപാടിക്ക് ജോയിൻ ചെയ്യാം. അങ്ങനെ ഒരു പതിയെ സൈഡ് വഴി ഒരു സിനിമാടനായിട്ട് മാറാന്നുള്ളൊരു ഉദ്യോഗം. കാരണം നമ്മൾ പൊക്കിക്കൊണ്ട് വേറെ ആൾക്കാരില്ല. അപ്പം അങ്ങനെയായിരുന്നു. പിന്നെ ഈ പാട്ട് ഇങ്ങനെ പാടിയത് സത്യൻ മാഷിൻ്റെ പാട്ട്. ഒരു ദിവസം ഒരു അനുഭവം ഉണ്ടായി. ഈ സത്യൻ മാഷിൻ്റെ ഫിഗറിൽ ആ കാറ്റ കാറ്റ പാടും. പ്രേം നസീർ സാറിൻ്റെ ഫിഗർ ചെയ്തിട്ട് നമ്മുടെ ഒരു മലയാള സോങ് പാടും. ഇങ്ങനെ പിന്നെ കള്ളുടിയൻ്റെ നീയറിഞ്ഞോ കൂടുതലും കണ്ടിരിക്കുന്ന അതാണ്. കള്ളുടിയൻ്റെ പാട്ടേ എന്നുണ്ടായിരുന്നുള്ളൂ. കള്ളുടിയൻ്റെ വേഷം കിട്ടിയിട്ട് പാട്ട് മാത്രമേ ഉള്ളൂ, ഡയലോഗൊന്നുമില്ല. അത് പിന്നെ വരും സ്റ്റേജുകളിലൂടെ ധൈര്യമായി എന്തെങ്കിലും പാട്ടിൻ്റെ ഇടയ്ക്ക് വരുന്ന പറയാൻ പെർഫോം ചെയ്ത് സ്റ്റേജ് നമ്മുടെ കയ്യിലാവുമ്പോൾ നമ്മൾ ചെയ്യും. അങ്ങനെയായി പിന്നെ സ്കിറ്റിലേക്ക് കുടിയാൻ വരുന്നതൊക്കെ. പിന്നെ ഈ പറയുന്നത് അങ്ങനെ നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് ഒരു സ്റ്റേജിൽ പരിപാടി തുടങ്ങണം. അപ്പം ഞാനുണ്ട് പാട്ട് പാടാൻ. അപ്പം എൻ്റെ 3 ഫിഗറുണ്ട്, പാട്ട് ഫിഗർ. ഒന്ന് നസീർ, സത്യൻ, കുടിയൻ ഈ സാധനമുണ്ട്. അപ്പം ആ പരിപാടിക്ക് ഭക്തിഗാനം പാടാനായിട്ട് ആളില്ല. അവൻ വരാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല, ഭക്തിഗാനം എത്തിയിട്ടില്ല. അപ്പം ഞാൻ ശങ്കരാഭരണം പാട്ട് ഞാൻ ഈ ട്രാക്ക് ഇട്ട് പാടുമായിരുന്നു. ശങ്കരാഭരണം പാട്ട് പാടും. അപ്പം ഞാൻ ഈ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഭക്തിഗാനം പാടാനായിട്ട് ആളില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ പാടാം, ശങ്കരാഭരണം പാടാം. വേണ്ട, നീ പാടണ്ട. അല്ല, ഭക്തിഗാനം ഇല്ലല്ലോ, അപ്പോൾ ഞാൻ ഇത് പാടിക്കോളാം, കുഴപ്പമൊന്നുമില്ല, ഞാൻ പാടിക്കൊണ്ടിരിക്കണ ശങ്കരാഭരണം. അതല്ലടാ, നീ പാടണ്ട. അതെന്താ? ഇനിയിപ്പോൾ ശിവൻ്റെ ഫിഗർ ചെയ്തിട്ടേ ഇത് ശങ്കരാഭരണം പാടി നിൽക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് പാട്ടുമാണ്, ആൾക്കാർ വിചാരിക്കും ഇത് ബാലയാണെന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോയാലോ.
അല്ല നീ ഫിഗർ ചെയ്താണല്ലോ എല്ലാം പാടുന്നത്. അദ്ദേഹത്തെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളി ഓർത്തോണ്ട് ശങ്കരാഭരണം അവിടെ വിളിച്ച് ഇവനായിട്ട് എങ്ങാനും വന്ന് വേഷം കെട്ടി പാടുമോ. ഓക്കെ. ഒരു സ്റ്റേജിൽ എന്നെ കൊല്ലത്ത് ഒരു പരിപാടിക്ക് എന്നെ പോലീസ് പിടിച്ച് ജീപ്പിൽ കയറ്റി. ഈ കുടിയം പുറത്തുനിന്ന് കയറി വരുമ്പോൾ ഉണ്ടായി. കള്ളുടിയം പുറത്തുനിന്ന് കയറി വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു നാടൻപാട്ട് നടക്കുവാണ്. നാടൻപാട്ടിൻ്റെ ഗ്യാപ്പിലാണ് ഞാൻ നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ നാടൻപാട്ടിൻ്റെ നല്ല ഓളമൊക്കെ വരുന്ന സമയത്ത് ഞാൻ പുറത്തുണ്ട്. അപ്പം വാരിക്കെട്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഇപ്പുറ പെണ്ണുങ്ങളും ആണുങ്ങളുമായിട്ടിരിക്കുന്ന ഒരു സ്റ്റേജ്. അപ്പോൾ സെൻട്രിൽ കൂടെ നടക്കാം. ഞാൻ എന്ത് ചെയ്തു, ഞാനിങ്ങനെ പോയിട്ട് ഈ പെണ്ണുങ്ങളുടെ സൈഡിൽ ഒരു പകുതി ഏരിയയിൽ നിന്നങ്ങോട്ട് വലിയ മൈതാനം. പോലീസുകാരൊക്കെ ആണുങ്ങളുടെ സൈഡിൽ ജീപ്പ് ഇട്ടിട്ട് കിടക്കുക. കമ്മിറ്റിക്കാരെന്ന് പറഞ്ഞാൽ അവിടെ മെയിനായിട്ട് ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് ഈ പരിപാടി സ്പോൺസർ ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ അടുക്കും ചിട്ടുകളൊക്കെ ആ പരിപാടിക്ക് ഉണ്ട്. ഓഡിയൻസിനും കൂടുതൽ ആ നാട്ടിലെ ശിഷ്യന്മാരെല്ലാം ആ നാട്ടുകാർ പിള്ളേരൊക്കെ സാറ് നടത്തുന്ന പരിപാടി എന്നുള്ള സെറ്റപ്പിലുണ്ട്. അതെ. ഞാൻ ഈ കുടിയൻ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നിൽക്കുക. ഇങ്ങനെ ഈ ഓളത്തിൽ ഈ നാടൻപാട്ടിൻ്റെ ഇങ്ങനെ സ്പീഡ് കൂടി വരിക. അപ്പം ഞാനിങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് അപ്പം ഞാൻ അന്നേരം മീശ ഒട്ടിച്ചിരിക്കുകയാണ്. ക്ലീൻ ഷേവ് ആയിരുന്നു. മീശ ഒട്ടിച്ചൊക്കെ നിന്ന് ഞാൻ ഇങ്ങനെ കാണിച്ചിരിക്കുമ്പോൾ ഈ സാറ് ഹെഡ് മാസ്റ്റർ ഇരിന്ന് പറഞ്ഞു. ഇരിക്കടാ. അപ്പം ഞാൻ പതുക്കെ ഒന്ന് ബെൻഡ് ചെയ്ത് പതുക്കെ ഇരിക്കാൻ തുടങ്ങും. ഈ പുള്ളി കയറുമ്പോൾ ഞാൻ ചാടി എഴുന്നേക്കും. പുള്ളി ഇരിക്കുന്നു. വീണ്ടും ഇങ്ങനെ കാണിക്കും. അപ്പം ഞാൻ വീണ്ടും ഇങ്ങനെ പതുക്കെ ചെയ്തിട്ട് പുള്ളി അപ്പം മാഷിൻ്റെ സ്വഭാവം മാറി തുടങ്ങി. ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുക. ഓളം അങ്ങോട്ട് കയറി ഞാൻ എഴുന്നേറ്റൊരു ഒറ്റ ഇത് പെണ്ണുങ്ങളുടെ ഉള്ളിക്കടെ ഈ ഒരു പിടിയിടാവനെന്ന് പറഞ്ഞു ഹെഡ് മാഷ്. ഓക്കെ. പിടിയിടാന്ന് പറഞ്ഞെല്ലാം അവിടെ നിന്ന് കുറെ പിള്ളേരും പോലീസുകാരും ഒക്കെ ഓടി വന്ന് ആദ്യം പോലീസുകാരുടെ കയ്യിലാണ് കിട്ടിയത്. ഓക്കെ. എടുത്ത് കുറ്റുകൂട്ടി ഒരു അടിക്കുകയും ചെയ്തില്ല. വാ പൊത്തി അവർ വന്ന വഴി തന്നെ വാ പൊത്തി നേരെ ജീപ്പിലേക്ക് കൊണ്ടുപോയി. ജീപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ഓഡിയൻസിന് മുഴുവൻ ജീപ്പിന്റെ പുറവശം കാണാം ഡോർ തുറക്കുമ്പോൾ. എന്നെ അകത്തേക്ക് അങ്ങ് കയറ്റി ആ സീറ്റിലേക്ക് കയ്യിൽ വെച്ചിട്ട് ലോക്ക് ചെയ്ത് ഇരുത്തി ഇയാൾ മുഖത്തുനിന്ന് കൈ എടുത്ത് മീശ ഇയാളുടെ കയ്യിലിരിക്കുക. അപ്പോഴാണ് ഇത് ആക്റ്റാന്നുള്ള സംഭവം ഈ പോലീസുകാരന് മനസ്സിലായത്. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ഇരിക്കുന്ന ആളുകൾ മുഴുവൻ പോലീസിനെ അന്ന് കോവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കിക്കൊണ്ട് അവരവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. എങ്കിൽ പോലും ഞാൻ ശരിക്കും ഒറിജിനൽ അത്രയും ആക്ട് അവിടെ പുറത്ത് കിടന്ന് കാണിച്ചുകൊണ്ടാണ് ഒറിജിനൽ. എനിക്ക് മീശ ഒട്ടിയതല്ല അനുഭവം. എൻ്റെ പ്രോഗ്രാമിൽ ഇതുപോലെ ഒരു കുടിയൻ സ്റ്റേജിൽ നിന്ന് കയറി വരും, ഓഡിയൻസിനടുത്ത് കയറി വരും. ഇവൻ കയറി വന്നോടുകൂടി അടിച്ചിട്ട് സ്റ്റേജിന്റെ ഫ്രണ്ടിലൂടെ ഇവന് അടിക്കൊള്ളാണ്ട് അതായത് കുടിയൻ ക്യാരക്ടർ പോയി ഓടിച്ചിട്ട് ഞാൻ പറഞ്ഞു അടിക്കരുത് നമ്മുടെ കലാകാരനാണെന്ന് പറഞ്ഞിട്ടും അടിച്ചു. ഇവനെ പുറത്തിട്ടൊക്കെ നല്ല അടി കൊടുത്തു. എന്നിട്ട് അവസാനം കയ്യും കാലും പിടിച്ച് സ്റ്റേജിൽ കയറ്റിയത് ആണോ. അവരടുത്ത് അവർ ഇത്ര ഭംഗിയായിട്ട് നടത്തുന്ന പ്രോഗ്രാം ആരാ ലംബാക്കണമെന്നുള്ളൊരു ധാരണ നാട്ടുകാർക്ക് വന്നു. അതെ അതെ. ഇതിൻ്റെ ചെറുത് കഴിച്ചു നിൽക്കണവന്മാരുണ്ടാവും. അത് ഈ ഒരു കഥാപാത്രത്തിൽ കാരണം മേക്കപ്പ് ഇല്ല, ഒന്നുമില്ല, ഒരു വൾഗറായിട്ടുള്ള ഡ്രസ്സും ഒക്കെ ഇട്ട് വരുമ്പോൾ ഒരു സാധാരണ പ്രോഗ്രാം കൊളാക്കാൻ കയറുകയാണ്. ഇവിടെ കമ്മിറ്റിയിൽ കഴിഞ്ഞ ദിവസം തീരുമാനം എടുത്തിട്ടുണ്ട് ഒരാൾ അനങ്ങരുത്. അതെ അതെ. എന്നിട്ട് അവർ വോളണ്ടിയേഴ്സിന് നിർദ്ദേശം കൊടുക്കുമ്പോഴാണ് ഒരുത്തൻ കയറി സമ്മതിക്കുമോ. സുമേഷേ, ഈ സെലിബ്രിറ്റി ആയതിനു ശേഷം ഒരുപാട് ഇനോഗ്രേഷൻ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് എപ്പോഴും തിരക്കാണ് ഇനോഗ്രേഷൻ. അവിടെ വിളിക്കുമ്പോൾ ഇന്ന സ്കൂളിലാണ് ചേട്ടാ, ഞാൻ ഇന്ന സ്കൂളിൽ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അത് സെലിബ്രിറ്റി ആകുന്നതിലും സെലിബ്രിറ്റി ആയെന്ന് പറയാൻ പറ്റില്ല എങ്കിലും അല്ല, എന്നാലും ഒരു സിനിമ അഭിനയിച്ചു. അതെ അതെ. അത്യാവശ്യം TV ചാനൽ പ്രോഗ്രാമുകളുണ്ട്. സെലിബ്രിറ്റി തന്നെയാണല്ലോ. ഇതിനൊക്കെ മുമ്പ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഉദ്ഘാടനം ചെയ്തേക്കുന്നത്. ശരി. ഞാൻ ഈ D4 ഡാൻസ് എന്ന് പറഞ്ഞ പരിപാടിയിലൊക്കെ ഒരു ആങ്കറിനെ GPയും അതുപോലെ ജോൽമേരിയൊക്കെ നിൽക്കുന്ന സമയത്ത്, അതുപോലെ പേളിമാണി ഇവരൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കള്ളുടിയനായിട്ട് വന്നിട്ട് ഇവരെ സ്നേഹിക്കുന്ന തരത്തിലൊക്കെ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം. അപ്പോൾ ഈ പരിപാടി എന്ന് വെച്ചാൽ കുറേ ആളുകൾ പിള്ളേരെ സെറ്റും അതുപോലെ കുടുംബമൊക്കെ കാണുമായിരുന്നു. നന്നായിട്ട് കാണുന്ന ഒരു ഷോ ആയിരുന്നു അത്. അപ്പോൾ അങ്ങനെ ആ കുടിയനെ വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ കുടിയനെ വേണമെന്ന് പറഞ്ഞിട്ടല്ല, അയാൾ വേണം. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഉദ്ഘാടനത്തിൻ്റെ. നമ്മുടെ ഒരു കോളേജിൽ ആദ്യം ഞാൻ സന്തോഷമായിട്ടുള്ള കാര്യം പറയാം, അതിനുശേഷം വേറൊരു ഉദ്ഘാടനം കൂടിയുണ്ട്. ഓക്കെ. സന്തോഷമുള്ള ഉദ്ഘാടനം പറ. അതായത് എന്നെ ഒരു കോളേജിലേക്ക് വിളിക്കുകയാണ്. പെൺപിള്ളേർ മാത്രം പഠിക്കുന്ന കോളേജ്. അവിടെ ഉദ്ഘാടനത്തിന് വിളിച്ചു. അപ്പോൾ തൊട്ടടുത്തൊരു സ്ഥലമായതുകൊണ്ട് ഞാൻ കാറൊന്നും വിളിച്ചു പോയില്ല. പൈസയും കുറവാണ്. കാശ് കുറവുള്ളൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ആണ് ഉദ്ഘാടനത്തിന് എണ്ണം കൂടുന്നത്. അധികം പൈസ ഇല്ല. ഓക്കെ. അവരുടെ സന്തോഷത്തിന് നമ്മൾ ചെല്ലുന്നു, നമ്മൾ പരിപാടിയൊക്കെ ചെയ്യുന്നു. പൊന്നാടയും നന്ദിയും. അതെ. ഓക്കെ. അല്ല, അത്യാവശ്യം പൈസ ഉണ്ട്, ചെറിയ പൈസ ഉണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ കോളേജിൽ വിളിക്കുകയും ഞാൻ കോളേജിലേക്ക് പോയത് വേറെ വണ്ടിയൊന്നും വിളിച്ചില്ല, തൊട്ടടുത്തായതുകൊണ്ട് വണ്ടി വിളിക്കാതെ ഞാൻ ബസ്സിൽ കയറിപ്പോയി.
ബസ്സിന് കയറി പോയിട്ട് ബാഗിനകത്ത് പുതിയ ഡ്രസ്സ് അവിടെ ചെല്ലുമ്പോൾ ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി. അത് മാത്രമല്ല, ഞാൻ ഈ കുടിയൻ്റെ ഡ്രസ്സും കൊണ്ടുപോകാറുണ്ട്. അവർക്ക് അറിയില്ലാത്ത ഒരാളവിടെ ചെന്നിട്ട് പിന്നെ മുതലാവേണ്ടെന്ന് പറഞ്ഞിട്ട് ഐറ്റവും ചെയ്യും. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ബസ്സിന് പോവാണ്. ബസ്സിന് പോയപ്പോൾ ഞാൻ എൻ്റെ സ്നേഹത്തിൻ്റെ ഞാൻ അയാളോട് പറഞ്ഞു, മറ്റേ കണ്ടക്ടറോട് പറഞ്ഞു, ചേട്ടാ ഈ കോളേജിൻ്റെ ഫ്രണ്ടിലൊന്ന് നിർത്തിയേക്കണേ. അല്ല ഫ്രണ്ടിലല്ല, ഈ കോളേജ് എവിടെയാണെന്ന് അറിയാമോ? അത് പോകുന്ന വഴിയാണ്, നോ പ്രോബ്ലം. ഓക്കെ എന്നെ ഒന്ന് കാണിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. നേരെ സ്റ്റോപ്പില്ലാത്ത ആ കോളേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ വണ്ടി കൊണ്ട് നിർത്തി ഹാൻഡ് ബ്രേക്ക് വിട്ട് നിർത്തിയിട്ട് ഇതാണ് കേട്ടോ സ്ഥലം എന്ന് പറഞ്ഞ് എന്നെ അങ്ങ് ഇറക്കാം. അപ്പം ഞാൻ സാധാ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയേക്കണത്, തിളക്കമുള്ളതൊക്കെ ബാഗിലിരിക്കുകയാണ്. അത് ആരും കാണാതെ ഒളിച്ചിട്ടിട്ട് സ്റ്റേജിൽ കയറാനാണ് പരിപാടി. വല്ല ഹോട്ടലിൽ ടോയ്ലറ്റിൻ്റെ ഭാഗത്തൊക്കെ കയറി നിന്നിട്ടൊക്കെ മാറും. അപ്പം അങ്ങനെ നേരെ ബസ്സിൽ നിന്ന് ചാടിയത് ഇറക്കാതെ പുള്ളി സമ്മതിക്കില്ല. ഇതാണ് പിന്നെ ഇവിടെ അങ്ങോട്ട് പോകണമെന്ന് പിന്നെ അവിടെ നടന്നു വരണ്ടേ, പുള്ളി ഉത്തരവാദിത്തം കൂടി കണ്ടക്ടർക്ക്. നേരെ ചാടിച്ചെന്നെ അവിടെ ഇറക്കിയപ്പോൾ ഗേറ്റ് അടച്ചിട്ടേക്കുക. ഗേറ്റ് അടച്ചിട്ടേക്കണം. ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു ഹിന്ദിക്കാരൻ സെക്യൂരിറ്റി ഇപ്പം ഉണ്ട്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് മുകളിൽ, ഈ ഗേറ്റിൻ്റെ മുകളിൽ. സംഭവം എന്നാ വെച്ചാൽ ഞാൻ ഇയാളോട് പറഞ്ഞു ഞാൻ അകത്തേക്ക് പോകാൻ വേണ്ടി സമ്മതിക്കില്ല. എന്ത് ചെയ്താൽ ഹിന്ദിക്കാരൻ സമ്മതിച്ചില്ല. കാരണം വെച്ചാൽ ഈ ഗേറ്റിൻ്റെ മുകളിൽ എൻ്റെ ഫ്ലെക്സ് വെച്ചേക്കണത് ഈ കുടിയൻ മീശയൊക്കെ ആയിട്ടുള്ള കുടിയൻ്റെ ഫ്ലെക്സ് മാത്രമേ ഉള്ളൂ. എൻ്റെ നോർമൽ ഫോട്ടോ അല്ല. ഈ മനുഷ്യൻ എന്ത് ചെയ്ത കയറ്റിയുള്ള എനിക്കാണ് ഹിന്ദി പറഞ്ഞ് ഫലിപ്പിക്കാനും പറ്റില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റേജ് പ്രോഗ്രാം, സ്റ്റേജ് ഷോ, കോമഡി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ സ്റ്റേജിൽ പരിപാടിയാണ്. വേറൊരു ഇടവഴി കൂടി ഈ സ്റ്റേജിലേക്ക് എത്തുന്ന ഒരു വഴി കൂടി എന്നെ കയറ്റി വിട്ടു. ഈ ഗേറ്റ് തുറന്നിരുന്നെങ്കിൽ അവിടെയുള്ള പെൺകുട്ടികൾ താലം പിടിച്ച് നിൽക്കുക പൂവ് എറിയാനായിട്ട് ഉദ്ഘാടകനെ. അത് തുറന്ന് കാണിച്ചില്ല. ഞാൻ അപ്പുറം വഴി പോയി എന്നെ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തേക്ക് കയറ്റുന്ന നേരത്ത് അവിടെയും 2 പെൺപിള്ളേർ ഈ എന്തോ ടോക്കൺ ഇല്ലാതെ അകത്തേക്ക് കയറ്റത്തില്ലെന്ന്. ഉദ്ഘാടകനാണെന്ന് ഓർക്കണം. സുമേഷ് എന്നൊരു പേര് മാത്രമേ അറിയാവുള്ളൂ. D4 ഡാൻസ് ഫെയിം സുമേഷ് ചന്ദ്രൻ. നേരെ കയറ്റുന്നില്ല. ആ കുട്ടികളോട് ഞാൻ പറഞ്ഞു ഞാൻ മറ്റേ കള്ളൂടിയും ചെയ്യുന്ന ആളാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരുപാട് പെൺപിള്ളേർ പോവുക, 10,000 പെൺപിള്ളേർ പഠിക്കുന്ന കോളേജാണ്. അപ്പോൾ ചേട്ടനാണെന്ന് പറഞ്ഞു. ആ കുട്ടികൾക്ക് മനസ്സിലായി. നേരെ അകത്തേക്ക് കയറി ചെന്നു. ഇങ്ങനെ ഓഡിറ്റോറിയം ബാൽക്കണി ഉണ്ട്, കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പിള്ളേരിരിക്കുന്നു. ഞാനിതിലൂടെ നടന്നു പോയപ്പോൾ സൗണ്ടുകാരൻ, നമ്മൾ സ്ഥിരം സ്റ്റേജ് ഷോ ഒക്കെ ചെയ്ത് നടക്കുന്നതുകൊണ്ട് സൗണ്ടുകാരൻ നമ്മളറിയാം. അതെ ചേട്ടാ, അവന് മാത്രമേ മനസ്സിലാവുള്ളൂ, വേറെ ആർക്കും മനസ്സിലായി. വേറൊരു കുഞ്ഞുങ്ങൾക്ക് പോലും എന്നെ മനസ്സിലാവുള്ള. അപ്പോൾ സാധാരണ നമ്മൾ അങ്ങനെ ഒരു ഗസ്റ്റായിട്ട് ചീഫ് ഗസ്റ്റായിട്ടൊക്കെ പോകുമ്പോൾ ഓഡിറ്റോറിയത്തിൽ സ്റ്റുഡൻസ് എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ കൈയടിക്കും. ഒന്നുമില്ല. കാരണം എന്നെ സ്വീകരിക്കേണ്ട ആൾക്കാർ മുഴുവൻ ഗേറ്റിന് തൊട്ട് ഗൂർക്ക പറ്റിച്ചല്ലേ കയറ്റി വിട്ട് വേറെ വഴി കയറ്റി വിട്ടേക്കല്ലേ. അവരവിടെ നിന്ന് അപ്പോൾ സുമേഷ് ചന്ദ്രൻ വരുന്നത് നോക്കി വിളിക്കുന്നു. അവരവിടെ നിൽക്കുന്നുണ്ട്. സുമേഷ് ചന്ദ്രൻ ഇപ്പുറത്ത് വഴി എന്നെ ഏൽപ്പിച്ച രാഹുൽ എന്ന് പറഞ്ഞ ഒരുത്തന്നെ അവിടെ വന്നിട്ടില്ല. അവനെ വിളിച്ചിട്ട് അവൻ ഫോൺ കൊടുക്കില്ല. അവർ വിളിച്ചിട്ട് ഇയാൾ എത്തിയില്ലല്ലോ എന്ന് പറയാൻ വേണ്ടിയിട്ട് അവനെ വിളിക്കണമെന്നുണ്ടാവാം. നേരെ കയറി ചെന്ന് സൗണ്ടുകാരന് മനസ്സിലായി. സൗണ്ടിൻ്റെ കൂടെ ഞാൻ അങ്ങ് ഇരുന്നു. സെൻറ്ററിൽ ഏതാണ്ട് ഓഡിറ്റോറിയത്തിൻ്റെ ആ സെൻറ്ററിൽ സൗണ്ട് വെച്ചാണ് അവിടെ കൂടെ ഇരുന്ന് ഞാൻ. ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു സാറ് വന്നിട്ട് ഈ സൗണ്ടിൻ്റെ അവിടെ വന്നിട്ട് സംസാരിക്കുക. കൃത്യം ആ സ്ഥലത്ത് വന്നിട്ട് ഹലോ രാഹുലേ, എത്ര നേരമായി ഫോൺ വിളിക്കുന്നു? സുമേഷ് അദ്ദേഹം വന്നിട്ടില്ലല്ലോ, എത്ര നേരമായി, സമയം പരിപാടി തുടങ്ങണ്ടേ എന്നൊക്കെ പറഞ്ഞേക്കുമ്പോൾ ഞാൻ ഈ സൗണ്ടുകാരൻ്റെ അടുത്ത് സാറേ ഞാനാണ് ഈ സുമേഷ് ചന്ദ്രൻ, മറ്റേ D4 ഡാൻസ്. അയ്യോ ഇവിടെ ഇരിക്കുമായിരുന്നു, വാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോയി എന്നെ സ്റ്റേജിലേക്ക് കയറിയപ്പോൾ ഞാൻ ഒന്ന് ഡ്രസ്സ് മാറി. ഏത് തിളക്കമുള്ളത് മാറി അന്നകത്തേക്ക് കയറിയപ്പം ടീച്ചർമാർ മറ്റേ ബൊക്കയും ഇതൊക്കെ ആയിട്ടുണ്ട്. ഇവർ മാറി തരുന്നില്ല. ഇവർക്കും എന്നെ മനസ്സിലായിട്ടില്ല. ഇവരും മാറുന്നില്ല. എന്തിനാ ഇവരൊക്കെ കയറ്റി പറഞ്ഞെന്നുള്ള രീതിക്ക് അവർ തിളക്കമുള്ള ഷർട്ടിട്ട് ഒരുത്തം വന്ന് തിക്കി കയറാൻ നോക്കണം. അത് അങ്ങോട്ട് മാറിക്കുന്നുള്ള രീതിയിൽ അതും ചേട്ടൻ്റെ ഷർട്ട്. എന്നിട്ട് നേരെ നമ്മൾ സ്റ്റേജിൽ കയറി നിന്നിട്ട് സംസാരിച്ച് ഞാനാണ് സുമേഷ്, എനിക്ക് അനുഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞിങ്ങനെ ഇങ്ങനെ വന്നു. സെക്യൂരിറ്റി കയറ്റി വിട്ടില്ല. അപ്പോഴത്തേക്കും പൂവായിട്ട് വന്ന ആൾക്കാർ ഓടി വരും. അവിടെ നിൽക്കുന്ന വെയിലത്തേക്ക് കയറുന്നല്ലോ. താലം വന്ന നേരം താലം വന്നിട്ട് ഈ പ്രതിമേനെയൊക്കെ പൂജിക്കുന്ന സ്റ്റേജിൻ്റെ താഴെ വന്നിട്ട് ഇങ്ങനെ ഏതായാലും കുറേ ബൊക്കയും കൊണ്ട് തന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു വാശിയായി. ഞാൻ പറഞ്ഞ് സാറേ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചിട്ട് കാര്യമില്ല, ഞാൻ ഐറ്റം ചെയ്യാം, നിങ്ങളുടെ സമ്മേളനം കഴിയട്ടെ. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞാൻ നേരം മാറി ഡെസ്കും കാര്യങ്ങളൊക്കെ മാറ്റി. പിന്നെ ആ കുടിയനായിട്ട് ഞാൻ മീശ ഒട്ടിച്ച് ഇറങ്ങിയപ്പോഴാണ് ആരവം. ഇതാണല്ലോ ഫ്ലെക്സിൽ വെച്ചേക്കുന്നത്. മീശ വെച്ചാൽ ഇയാളല്ലേ പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് ഒരു തെങ്ങേറ്റക്കാരെ പറ്റി ഒരു ഇതും വെച്ചിങ്ങനെ നിൽക്കുന്ന ഒരാളുടെ ഫോട്ടോയിൽ അവർ കണ്ടിട്ടുള്ളൂ. അങ്ങനെ അവിടെ ചെന്ന് പിന്നെയാണ് കൈയടിക്കുന്നത്. മനസ്സിലാവണ്ടേ? അതെ. ഞാൻ ഗൾഫിൽ പോയപ്പോഴും ഇതുപോലെ ഉണ്ടായിരുന്നേ. ഞാൻ ഓസ്ട്രേലിയക്ക് അല്ലാതെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ദുബായിൽ പോകാറുണ്ട്. എനിക്കറിയാം. ഇപ്പൊ ഓസ്ട്രേലിയയിൽ പോയ കാര്യം പറഞ്ഞു, ദുബായിക്ക് പോകുന്നുണ്ട്, ഈ അടുത്ത് അമേരിക്ക പോകുന്നുണ്ട്. അത് ശരി. ഓക്കെ, അറിയട്ടെ, എല്ലാവരും അറിയട്ടെ. അപ്പം ഞാൻ ഇങ്ങനെ പോയപ്പോൾ ഇതുപോലെ തന്നെ വേറെ ആർട്ടിസ്റ്റുകളുടെ കൂടെ പോകുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യില്ല. നമ്മൾ ഈ കള്ളൂടിൻ്റെ കഥാപാത്രം ചെയ്യാനായിട്ടാണ് പോണത്.
ബാക്കി ഫ്രണ്ടിൽ പോകുന്നവർക്കൊക്കെ ബൊക്ക, നമുക്ക് ഒരു ബൊക്കെ ബാലൻസിന് അത് ആർക്ക് അങ്ങനെ കാണിക്കേണ്ടി അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഇതുണ്ട്. പിന്നെ ഒരു വേറൊരു ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ ഈ D4 ഡാൻസിൻ്റെ ടീമിനെ അങ്ങനെ തന്നെ ഒരു കോളേജിലേക്ക് ഇതിന് ക്ഷണിക്കുകയാണ്. അപ്പം എന്നെ വിളിച്ചിട്ടുണ്ട്, GPയെ വിളിച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ ഇവളുണ്ട് നമ്മുടെ ജുവൽ മേരി. ഇവർ 2 ആങ്കറും ഞാൻ അതിനകത്തുള്ള കൊമേഡിയനായിട്ടുള്ള എന്നെ വിളിച്ചിട്ടുണ്ട്. 3 പേരെ വിളിച്ചിട്ടുണ്ട്. വണ്ടി ഒരു ഇന്നോവ വന്നു. ഇന്നോവയിലേക്ക് ഞങ്ങൾ 3 പേരും കയറി നേരെ കോളേജിൽ ചെന്നു. കോളേജിൻ്റെ ഫ്രണ്ടിൽ അവിടെ ചെന്നപ്പോഴത്തേക്കും ഈ ഡോറ് 2 ഫ്രണ്ടിൽ GPയും നടുക്ക് ഇതിനകത്ത് ഈ ജുവലും അതിൻ്റെ ബാക്കിലുള്ള റോയിലാണ് ഞാനിരിക്കുന്നത്. ചെയറും മടക്കിയിട്ട് വേണം ഇറങ്ങാൻ. ഓക്കെ, മനസ്സിലായി. ഇങ്ങനെ GP ഇറങ്ങി, ജോലി ഇറങ്ങി, ഇങ്ങനെ അങ്ങ് കൊണ്ടുപോയി ഒരു 2 പേര്. പുറകിൽ 3ാമത് ഞാനും ഡ്രൈവറും പുറകെ ഇരിക്കുക. ഞാൻ സീറ്റ് മടക്കി ചെല്ലുമ്പോൾ പോയി ഞാനൊരു കവറുമായിട്ട് എൻ്റെ പുറകെ ഒറ്റയ്ക്ക് ഇങ്ങനെ അങ്ങ് പോവുക. അവരുടെ സെലിബ്രിറ്റീസിനെ കൊണ്ട് പോയി. എനിക്കാണെങ്കിൽ സങ്കടം വന്നിട്ട് വിളിച്ചതാണ്, ഇനിയിപ്പോൾ വിളിച്ചില്ലേ, ഇതല്ലേ സ്ഥലം എന്നൊക്കെ ഉള്ള ഇതായിപ്പോയി. അവിടെ ഈ പറയുന്ന പോലെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഫ്ലെക്സ് വെച്ചേക്കുന്നത് ഇവരുടെ നല്ല ഫോട്ടോയും അതിൻ്റെ ഇടയ്ക്ക് ഒരു കുടിയനും മീശയും വെച്ചിട്ട് കപ്പട മീശയും വെച്ചിട്ടുള്ള ഒരു കുടിയനും നേരെ പോയി ചെല്ലാതിരിക്കാൻ പറ്റുമല്ലോ. ചെന്നു. അപ്പോൾ ഈ പറയുന്ന 2 പേരും എൻ്റെ കാര്യം വിട്ടുപോയി. ജുവലും GP എൻ്റെ കാര്യം വിട്ടുപോയി. നേരെ ആരവത്തിലങ്ങ് പോവുക. ചണ്ടവോട്ടും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവർ തിരിഞ്ഞു പോലും നോക്കണില്ല. ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടും അവർ ഭയങ്കര സ്പീഡിൽ പോകുന്നു. ഞാൻ പതുക്കെ പോകുന്നു. ഈ ചില സിനിമയിൽ ശ്രീനിവാസനൊക്കെ പറ്റിയ ഒരു ഭയങ്കര എനിക്ക് എൻ്റെ വിഷമമായി പോയി. ഉള്ളങ്ങ് വിഷമിച്ചു പോയി. കാരണം വിളിക്കാത്ത കല്യാണത്തിന് പോയിട്ട് പൊക്കൂല്ലേ, ആ ഒരു അവസ്ഥയായി പോയി. ചെന്ന് ഇവർ കയറി കയറിയിരിക്കും, നിരന്ന് കിടക്കും കസേര. എല്ലാ കസേരയും ഫില്ലാട്ടാ. ഞാൻ ഓഡിറ്റോറിയത്തിൽ കയറുമ്പോൾ കസേര ഇല്ല. അപ്പം എനിക്ക് ഉറപ്പായി എന്നെ വിളിച്ചിട്ടില്ല. അപ്പം ഞാൻ പതുക്കെ ഈ സൗണ്ട് ബോക്സ് വെച്ചാൽ അവിടെ സൈഡിൽ ഇങ്ങനെ പതുക്കെ പമ്മി നിൽക്കുക. ഈ പിള്ളേരൊക്കെ അവരെ നോക്കി നിൽക്കുക. അപ്പം ഞാനിങ്ങനെ പമ്മിയിട്ട് നിന്നപ്പോൾ ഒരു ടീച്ചർ ഈ നിരത്തിയിട്ടാണ് കസേര എന്നൊരു ടീച്ചർ പതുക്കെ ഇങ്ങനെ ഉയർന്നിട്ട് എന്നെ കണ്ടിട്ട് അപ്പം ഞാൻ അല്ലേ കുടിയൻ 2 പേരും തമ്മിലൊരു കഥകളിയായിരുന്നു അവിടെ. എന്നിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒയ്യുകൊണ്ട് പുള്ളിക്കാരത്തി എഴുന്നേറ്റ് തന്നു. ഭാഗ്യത്തിനൊരു കസേര കിട്ടി. നേരെ ആ കസേര കയറിയിരുന്നു. ഞാനിങ്ങനെ എൻ്റെ കുടുംബത്തെ സ്റ്റേജിൽ പറയുകയും ചെയ്യുന്നുണ്ടോ? പറഞ്ഞിട്ടില്ല, ഇത് ആരും പറയാനില്ല. ജുവല് പ്രസംഗിച്ചു, ഈ GP പ്രസംഗിച്ച്. അവരാ ഒരു ആഘോഷത്തിൽ പിള്ളേർ ഓളമാണല്ലോ, അവർ ആഘോഷത്തിൽ എൻ്റെ കാര്യം പറയണേ ഇല്ല. ഞാനൊന്ന് പറയട്ടെ എന്നൊന്ന് ആലോചിച്ച് മിണ്ടുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞ് GPയും ജുവലും ഇറങ്ങിപ്പോയി. അവർക്ക് പോകേണ്ട സമയമായി. അവർക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് പോയി. ഞാൻ എൻ്റെ ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ച കാരണകൊണ്ടാണ് എനിക്ക് അവഹേളനം കിട്ടിയത്. അല്ലെങ്കിൽ എന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ മൈൻഡ് ചെയ്യാത്തത്? ഇങ്ങനെയൊക്കെയുള്ള ടെൻഷൻ അതൊന്നും അല്ല കാര്യം. നമ്മളത്ര ഫെമിലറായി വരുന്നേ ഉള്ളാവും. മാത്രമല്ല നിന്റെ ഈ ഫോട്ടോയിൽ പ്രശ്നമുണ്ട്. ആ ആള് തന്നെയാണോ ഈ വന്നിരിക്കണേന്നുള്ളൊരു സംശയം. അതെ, ഞാൻ അവിടെ കിടന്ന് ഉരുകിയിട്ടുണ്ടല്ലോ. ഞാൻ കുറേ നേരം കഴിഞ്ഞപ്പോൾ കുറച്ച് ബറ്റാലിയൻ പിള്ളേരും വന്നു. അവരാണ് എന്നെ വിളിച്ചിരുന്നത്. ഇത് അവന്മാരെ കണ്ട് പുറത്ത് കറങ്ങാനൊക്കെ പോയിക്കരുത്. വന്ന് കയറിയപ്പോൾ സുമേഷ് ചേട്ടൻ പിന്നെ എനിക്ക് കീജയ് വിളിക്കലൊക്കെ ആയി. ഒരുത്തം വന്നിട്ട് അപ്പം ഞാൻ ഇവനോട് ചെവി പറഞ്ഞു, ഞാൻ നാണം കെട്ട് പോയേനെ. ഇപ്പം നിങ്ങൾ എവിടെയായിരുന്നൊക്കെ എനിക്ക് വാക്കുകളും വരുന്നില്ല. അപ്പോൾ തന്നെ ഇവനങ്ങ് കയറി പ്രസംഗിച്ചു. മമ്മൂട്ടി ശ്രീനിവാസനെ കുറിച്ച് പറഞ്ഞ പോലെ എന്നെക്കുറിച്ച് അവൻ കുറേ കാര്യങ്ങളങ്ങ് പറഞ്ഞിട്ട്, സുമേഷ് ചേട്ടൻ ഇതാരാണെന്നറിയോ, ഇതാണ് നമ്മുടെ മെയിൻ ആള്, ഈ വന്നവരല്ല, വന്നു പോയവരല്ല, ഈ ഇരിക്കുന്ന ആളാണ് നമ്മളെ ചിരിപ്പിക്കാൻ പോകണം, നമ്മൾ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾ, നമ്മളെയൊക്കെ ഓരോ കുടുംബത്തിൽ TV-യിൽ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ആളെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഭയങ്കരമായിട്ടുള്ളൊരു മോട്ടിവേഷൻ ക്ലാസ് പോലെയൊക്കെ ഭയങ്കര സെറ്റ് ചെയ്ത്. ഞാൻ ഈ പറഞ്ഞ പോലെ തകർന്നിട്ട് ആ മൈക്കിൻ്റെ ഫ്രണ്ടിൽ പോയിരുന്നിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ഒരു കോമഡിക്ക് വേണ്ടി സ്കിറ്റ് ചെയ്യുക, എല്ലാവരെയൊക്കെ ഉൾപ്പെടുത്തി നമ്മുടെ ഇതിനകത്ത് സ്കിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവർ കൈയടിച്ചു. ഈ എന്താ പറയുക, കൈയടിച്ച് അല്ല ഞാൻ പിന്നെ ഡ്രസ്സ് മാറാൻ ഇവിടെ പോയപ്പോഴും അവന്മാർ വന്നിട്ട് പിന്നെ എൻ്റെ സെൻറ്റിമെൻറ്റ്സിനെ ഇവർ വർക്കൗട്ട് ചെയ്യരുത്. ചേട്ടാ വിഷമിക്കില്ലട്ടാ, അങ്ങനെ എനിക്ക് വീണ്ടും സങ്കടാവുക. സുമേഷേ, ദൃശ്യം സിനിമയിൽ നല്ലൊരു കഥാപാത്രത്തെ അഭിനയിച്ചു അല്ലേ? അതായത് ലാലേട്ടനായിട്ടുള്ള അഭിനയം എങ്ങനെയുണ്ട്? ആ അഭിനയ മുഹൂർത്തം. ഇത് ദൃശ്യം സിനിമയിലേക്ക് വിളിക്കുന്നത് തന്നെ ദൃശ്യത്തിൻ്റെ ഒരു സ്പൂഫ് സ്കിറ്റ് ഞങ്ങൾ ചെയ്തു. ഞാനും അജിത്ത് കൂത്താട്ടോളം അങ്ങനെയൊക്കെ ആയിട്ട് സ്കിറ്റ് ചെയ്തു. ഈ സ്കിറ്റ് ചെയ്തപ്പം സാറി ലോക്ക്ഡൗൺ സമയത്ത് സ്കിറ്റ് കാണുകയും അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളെ വിളിക്കുന്നത്. ലോക്ക്ഡൗൺ സമയത്ത്
ഈ വിളിച്ച സമയത്ത് എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ നമ്മൾ ആ സമയത്തൊക്കെ പറ്റിക്കാറുണ്ട്. ഞാൻ ഇന്നയാളാണ്, ലാൽ ജോസ് സാറിൻ്റെ ശബ്ദത്തിൽ സംസാരിക്കും, അങ്ങനെയൊക്കെ വിളിച്ച് സംസാരിക്കുമല്ലോ. അപ്പോൾ ജിത്തു സാറ് നേരിട്ട് വിളിച്ചേക്കുക. സാറുമായിട്ട് യാതൊരുവിധ നേരത്തെ ഒരു പരിചയമില്ല, സംസാരിച്ചിട്ടില്ല. സാറ് ഞാൻ മുറ്റത്ത് നിന്ന് പല്ലി വെക്കണം, പല്ലി വെച്ചോണ്ടിരിക്കുമ്പോൾ എന്നെ വിളിക്കുവാണ്. ദൃശ്യം 1-ന്റെ ഡയറക്ടർ ജിത്തു ജോസഫ് എന്ന് പറയുന്ന സാർ, അദ്ദേഹം ബഹുമാനിക്കപ്പെട്ട ഒരാൾ വിളിക്കുകയാണ്. ഓക്കെ. വിളിച്ചപ്പോൾ ഞാൻ സമ്മതിക്കില്ല, കാരണം പ്രാങ്കിങ് കുറേ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആരാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറയാം ഞാൻ പിടിച്ചോളാം, കുറച്ചും കൂടി സംസാരിക്കുക, ഞാൻ പിടിച്ചോളാം, ശബ്ദത്തിൽ പിടിച്ചോളാം. അല്ല സുമേഷ്, ഞാൻ സത്യമായിട്ടും ജിത്തു ജോസഫാണ്, ജിത്തു സാറാണെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ദൃശ്യം 2 ഇങ്ങനെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ മോഹൻലാൽ സുമേഷിന് ഒരു നല്ലൊരു വേഷമുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക അത്ഭുതപ്പെട്ടിരിക്കുന്നു. ബ്രഷ് അങ്ങനെ തന്നെ ഇരിക്കണം, സംസാരിക്കാൻ പല്ല് തേക്കുന്നില്ല. അങ്ങനെ അറിഞ്ഞിട്ട് സാറ് ചോദിച്ചു, ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്നതിൽ വല്ല പേടിയോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാനപ്പോൾ അതിന് മുമ്പ് ഈ പ്രാങ്കാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ഒരു കാര്യം ചെയ്യില്ല, ലാലേട്ടനോട് ചോദിക്കൂ എൻ്റെ കൂടെ അഭിനയിക്കാൻ പേടിയുണ്ടോന്നൊക്കെ ചോദിച്ചു. ആളെ മനസ്സിലാക്കാതെ അത് കുറച്ച് വലിയ സീരിയസ് ആയി. എനിക്ക് ഫോട്ടോ അയച്ചു തരണം, ഹൈറ്റൊക്കെ ഒന്ന് നോക്കാനായിട്ടാണ്. അതാണ് പിന്നെ കോസ്റ്റ്യൂമിൻ്റെ കാര്യങ്ങൾ, അളവും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ സാറിൻ്റെ വീട്ടിലേക്ക് വരാൻ പോയി. സാറിൻ്റെ വീട്ടിൽ ചെന്ന് പിന്നെ സ്ക്രിപ്റ്റ് ചെന്നപ്പോൾ ഞാനും അജിത്ത് കൂത്താട്ടോളും അവിടെ ചെന്നേക്കുക. ജിത്തു സാറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങളുടെ സ്ക്രിപ്റ്റ് പോർഷൻ മാത്രം, ഇത് മൊത്തം സസ്പെൻസ് ആയതുകൊണ്ട് എല്ലാം നമ്മളെ കൊണ്ട് വായിപ്പിക്കില്ല. അപ്പം നമ്മുടെ പോർഷൻസ് മാത്രം ഉള്ള സീൻസൊക്കെ ഇങ്ങനെ തന്നു. ഞാനും അജിത്ത് കൂത്താട്ടുള്ള ഒരു റൂമിലേക്ക് കയറിയിട്ട് ഓരോ 2 മൂലയ്ക്ക് എന്നിട്ട് ഞങ്ങളിന്ന് വായിക്കുമ്പോൾ സീനിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ ചെറിയ വേഷമാണെന്നുള്ള രീതിക്കാണ് ചെല്ലുന്നത്. എന്നും കൊണ്ടു അജിത്ത് കൂത്താട്ടുള്ള എന്നെ നോക്കും, ഞാനും പുള്ളിനെ നോക്കും. പിന്നെ അങ്ങേര് ജോസ്, ഞാൻ നമ്മുടെ ജോസും ഞാൻ സാബു എന്ന് പറഞ്ഞ കഥാപാത്രം. അപ്പം ഇത് രണ്ടും കൂടെ ഒരുമിച്ചുണ്ടോയെന്നും കൂടി നോക്കണ്ടേ ഞങ്ങൾ. അതുകൊണ്ട് ചായക്കടയിൽ അത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഹാപ്പിയായി. നോക്കിയപ്പോൾ ഒരുപാട് സീനുകളും ഇത്ര ദിവസം 18 ദിവസത്തോളം ഷൂട്ട്, അങ്ങനെയൊക്കെ ഡേറ്റ് തന്നേക്കണം. ഇതൊക്കെയായി. എനിക്കറിയാൻ ആകാംക്ഷ വേറൊന്നുമില്ല, ലാലേട്ടനെ കണ്ട ദിവസം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ലാലേട്ടനെ കണ്ട ദിവസം എന്ന് പറഞ്ഞാൽ ഈ കോവിഡ് സമയത്തായതുകൊണ്ട് നമ്മൾ പ്രോട്ടോക്കോൾ അനുസരിച്ചാണല്ലോ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നത്. അന്നേരം നമ്മൾ മാത്രമായിട്ടുള്ള സംസാരമുള്ളൂ. അതായത് പുറത്തുനിന്ന് ഒരാളായിട്ട് മിംഗ്ലിംഗ് ഇല്ല. ലൊക്കേഷനിലേക്ക് ഒരാളെ കയറ്റുന്നില്ല, സെക്യൂറാണ്, കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്. അപ്പം ഈ എല്ലാവരുമായിട്ട് ഫ്രീ ആയി. അപ്പോൾ ലാലേട്ടനുമായിട്ടാണ് ഫസ്റ്റ് ഒരു സീനുള്ളത്. ആ വീടിൻ്റെ പുറകിൽ കിടന്ന ഭാര്യയായിട്ട് അഞ്ജലി ആയിട്ട് ഉള്ളൊരു സീൻ, തല്ലു കൊടുക്കുന്ന സീൻ കേട്ടിട്ട് ലാലേട്ടൻ വരുന്നതാണ്. അപ്പം ജിത്തു സാർ എന്നെ വിളിച്ചിട്ട് പോയിട്ട് എന്നോട് പറഞ്ഞുടാ, നീ ലാൽ സാറായിട്ടൊന്ന് സംസാരിക്കുക. അതെ. അപ്പോൾ ഒരു ഇതങ്ങ് മാറുമല്ലോ. ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് നേരെ അവിടെ ചെന്നു. ലാൽ സാർ ഇരിക്കണു, കസേര ഇരുന്നപ്പം ജിത്തു സാർ തന്നെ പറഞ്ഞു, ലാലേട്ടാ ഇത് സുമേഷ് മറ്റേ സാബു എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്യണേ. അപ്പം ഇങ്ങനെ നമ്മൾ ഈ കൊക്കയെന്നൊക്കെ എടുത്ത് ചാടുമ്പോൾ ശ്വാസം മുകളിലേക്ക് പോകില്ലേ, ഒരു ആന്തൽ പോലെ, അതുപോലെ നിൽക്കണേ ഞാൻ. എന്തായിരിക്കും നമ്മൾ നോക്കുന്നു, നമ്മോട് സംസാരിക്കുന്നു, അടുത്ത് നിന്നുകൊണ്ട്. അപ്പോൾ ലാലേട്ടൻ കൂളായിട്ട് എഴുന്നേറ്റിട്ട്, എന്തിനാ മോനെ പേടിക്കണേ, എന്തിനാ പേടിയുണ്ടാ, എൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, ഞാൻ ജോർജ് കുട്ടി, മോൻ സാബു, 2 കഥാപാത്രങ്ങൾ തമ്മിൽ അയൽവക്കത്ത് താമസിക്കുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. അതെ, മോഹൻലാലോ സുമേഷും തമ്മിൽ യാതൊരുവിധ ഒന്നുമില്ല, കഥാപാത്രങ്ങൾ ചെയ്യാത്രേ ഉള്ളൂ, കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഞാൻ പറയാം. ഞാൻ ലാലേട്ടൻ്റെ വലിയ ആരാധകനെന്നൊക്കെ പറയാനായിട്ടൊക്കെ തുടങ്ങുന്നുണ്ട്. അത് നോക്കാമെന്നും പറഞ്ഞിട്ട് നേരെ അടുക്കളപ്പുറത്ത് പോയി ഒരു ചെറിയ റിഹേഴ്സൽ ചെയ്യാൻ വേണ്ടിയിട്ട് ജിത്തു സാറ് ലാലേട്ടനായിട്ട് നിന്ന് ഞാൻ ഇപ്പറ നിന്നിട്ട് കളിച്ച് ചെയ്തു നോക്കുമോ. അന്നേരം ലാലേട്ടൻ വന്നിട്ട് ജിത്തു സാറിനെ മാറ്റി, കുഴപ്പമില്ല ഞാൻ ചെയ്തോളാം. റിഹേഴ്സലിന് 1, 2, 3 പ്രാവശ്യവും റിഹേഴ്സലിൻ്റെ കൂടെ ലാലേട്ടൻ നിന്ന് റിഹേഴ്സൽ ചെയ്തപ്പം എനിക്ക് കൂടുതൽ ഇതായി. അപ്പം മോനെ അത് ചെയ്യണോട്ടാ, ഇപ്പം ചെയ്തത് ഭയങ്കര സപ്പോർട്ടിങ് അല്ലേ. ടേക്കിൽ പിന്നെ സപ്പോർട്ടാണല്ലോ, ടേക്കിൽ അത് ചെയ്യണേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. നമ്മൾ തെറ്റിപ്പോയാൽ അപ്പം തന്നെ ഒറ്റ ടേക്കിലൊക്കെ പോയത്. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ലാലേട്ടൻ നല്ല കൂട്ടുകാരനെ പോലെ എപ്പോൾ കണ്ടാലും പിന്നെ കാണാൻ തുടങ്ങുമ്പോൾ സെറ്റിൽ വെച്ച് കാണുമ്പോൾ പിന്നെ ചായ കുടിച്ചടാ, എവിടെയായിരുന്നു താമസമൊക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിച്ച് ചോദിക്കും. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പായി. പിന്നെ അധികം അങ്ങനെ ഇതൊന്നല്ല പറയണേ, എങ്കിലും ലാലേട്ടൻ അടിപൊളിയാണ്. ഓക്കെ. നായകനായി ജവാനും മുല്ലപ്പൂവും എങ്ങനെയുണ്ട് ലൊക്കേഷൻ അനുഭവം?
ലൊക്കേഷൻ അനുഭവം അടിപൊളിയായിരുന്നു. ഞാനാകെ ഒരു എന്താ പറയുക ഭയപ്പെട്ടൊരു സംഭവമാണ്. അതായത് സിനിമ മാത്രം സ്വപ്നം കണ്ട് സിനിമയിലെ ഒരു ചെറിയ വേഷം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അന്വേഷിച്ചൊക്കെ നടക്കുന്ന സമയത്താണ് ചേട്ടൻ ലൈൻ പ്രൊഡ്യൂസറൊക്കെ ആയിട്ടൊന്ന് വന്ന് സുഭാഷ് വന്ന് ഈ പടം സ്റ്റാർട്ട് ചെയ്യാൻ പോണു. മറ്റേ വിനോദ് ഉണ്ണിത്താൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ ഒരു പാവത്താൻ, പ്രൊഡ്യൂസറെ പൂഴ്ത്തി പറഞ്ഞിട്ട് അടുത്ത പടത്തിലേക്ക് അവസരം ചോദിക്കാനല്ല തോന്നി എനിക്ക് തോന്നി. ആ എക്സ്പ്രഷൻ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ പറയുന്ന സാറ് പഞ്ചഭാവം എന്ന് പറഞ്ഞാൽ പഞ്ചഭാവം ഒരു മനുഷ്യൻ എന്നെ നായകനായിട്ട് കാസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹമാണ്. ഓക്കെ. എന്നോട് ഇപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എന്നെ വേണോ, വേറെ ആരെങ്കിലും വെച്ചാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും സാധനം ചെയ്തോളാം ഇത് പറഞ്ഞപ്പോഴും ഒന്നും പെട്ടെന്ന് വേണ്ട, സുമേഷ് എന്നെ ചെയ്താൽ മതി. ദൃശ്യം സിനിമയിലൊക്കെ ലാലേട്ടനോടൊക്കെ ഒപ്പം ചെയ്തതല്ലേ, പിന്നെ എന്താ സുമേഷിന് ചെയ്താൽ എന്താ കുഴപ്പം. അദ്ദേഹത്തിൻ്റെ പൈസയിൽ അദ്ദേഹം എന്നോട് ധൈര്യമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ എന്നോട് പറഞ്ഞു 1 മാസത്തിന് ശേഷം ഇനി കാണുമ്പോൾ 2 മാസത്തിന് ശേഷം കാണുമ്പോൾ ഒരു പട്ടാളക്കാരൻ്റെ ഒരു ഫിഗർ ഉണ്ടാവണം, അതായത് ഒന്ന് ഫിറ്റാവുക. ജിമ്മിലൊക്കെ പോയി ഒരു 60-70 ദിവസത്തോളം ഡയറ്റും കാര്യങ്ങളും നോക്കി അങ്ങനെ ഹെൽത്തൊക്കെ നല്ല സെറ്റപ്പായി. മസിൽ വരികയാണെന്നുള്ളതല്ല, ഒരു നല്ലൊരു ഒതുക്കം വരിക. യെസ്. അങ്ങനെ ഷൂട്ടിംഗ് ആരംഭിച്ചു. ഷൂട്ടിങ് നമ്മുടെ പഴന്തോട്ടത്തുള്ള ഏരിയയിൽ തന്നെയായിരുന്നു, ഞാൻ പഠിച്ച സ്കൂളിൽ. അതൊക്കെ എനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ്. അതെ. സ്വന്തം സ്കൂളിൽ നായകനായിട്ട് ഒരു പടം ചെയ്യുക എന്നുള്ളത്. പിന്നെ നമ്മുടെ ലൊക്കേഷനൊക്കെ നമ്മുടെ അടുത്ത് തന്നെയായിരുന്നു. ഇതിന് ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ നായിക ശിവതയായിരുന്നു. നായികയ്ക്കും എനിക്കും ഒരു കാരവാൻ ഉണ്ട്. കാരവാൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് കുറേ നാളിന് ശേഷം നമ്മൾ ചെയ്ത ആദ്യരാത്രി എന്നൊരു സിനിമയിൽ കാരവാൻ ഉണ്ടായിരുന്നു. കുറേയൊക്കെ ചെറിയ ചെറിയ സിനിമകളിലൊക്കെ ഞാൻ ചെയ്തപ്പോഴൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം ഇത് സ്വാതന്ത്ര്യമായി കിട്ടിയേക്കൊരു നായകനും നായികയ്ക്കും ഒരു കാരവാൻ വന്നേക്കുക. ഈ ഷൂട്ടിങ് തുടങ്ങിയ അന്ന് മുതൽ ഈ ഷർട്ട് തേക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് ഒന്ന് കയറും, ഷർട്ട് ഇടാനായിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് ഔട്ട്ഡോർ നിൽക്കുമ്പോൾ ചേഞ്ച് ചെയ്യാനായിട്ട് ഒന്ന് കയറും, ഇറങ്ങും. തിരിച്ച് ഞാനൊന്ന് ചൂട് എടുത്തിട്ടൊന്ന് കയറി ഇരിക്കാനായിട്ട് നോക്കുമ്പോൾ ഇതിനകത്ത് ഈ പഴന്തോട്ടത്തുള്ള ആൾക്കാരൊക്കെ 2-3 പേര് മൊബൈൽ നോക്കുന്നു. ഞാനപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കിട്ടില്ല, അവരും ആദ്യമായിട്ട് കയറുന്നതല്ലേ. അടച്ചിട്ട് ഒരു ദിവസം പോയി 30 ദിവസം ഷൂട്ട് കടന്നിട്ട് മാന്യമായിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുകയോ കിടക്കുകയോ അത് അനുഭവിക്കുകയോ ചെയ്യാൻ യോഗം കിട്ടിയിട്ടില്ല. ആരെങ്കിലൊക്കെ ഉണ്ടാവും. ഞാൻ പിന്നെയും ഈ 1-ാം ദിവസം ഈ അനുഭവം, 10-ാം ദിവസം വീണ്ടും അത് ഞാൻ കണ്ടിന്യൂ ചെയ്യായിരുന്നു. 1-ാം ദിവസം ഉള്ളത് ഞാൻ ഇന്ന് കയറിയിട്ടില്ല. അടുത്ത ദിവസം ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ആയിരുന്നു. അയ്യോ. അപ്പം തന്നെ ഞാൻ നേരെ പോവാ, വീടിൻ്റെ അകത്ത് പോയിരിക്കും കുറേ നേരം. ഒരു നായകനായിട്ട് കാരവാൻ അനുഭവം. കാരവാനിൽ കയറാനോ സ്വസ്ഥമായിട്ടൊന്ന് കിടക്കാനോ ഫ്രീ ടൈം ഇരിക്കാനോ ഒന്നും പറ്റിയില്ല. അത് സ്വന്തം നാട്ടിലെ ഷൂട്ട് കൊണ്ട്. പിന്നെ വേറെ കേസുണ്ടോ, നാട്ടിലെ ആളുകളുടെ സഹകരണമായിരുന്നു ഷൂട്ടിങ്ങിന് വളരെയധികം. ഇപ്പോൾ എന്നെ വാവേന്ന് വിളിക്കുന്നത്, വാവയുടെ സിനിമ നടക്കുന്നതാണ്, അങ്ങോട്ട് ആരും പോയി ശല്യപ്പെടുത്തരുത്, അവിടെ കുറച്ചൊരു ടീമുകളൊക്കെ ഉണ്ട്, അവിടെ പോയി ശല്യം ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഇതൊന്നുമില്ല. അപ്പം ശല്യപ്പെടുത്തുന്ന ആൾക്കാരെയൊക്കെ കാരവാനെ കയറ്റിയിരുത്തുമെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാവുള്ളൂ. ഇപ്പം മിമിക്രിയുടെ തുടക്കകാലങ്ങളിൽ നമ്മൾ ഒരുപാട് പേര് അനുകരിക്കാറുണ്ട്. അത്തരത്തിൽ ആരെങ്കിലുമൊക്കെ അനുകരിച്ചിട്ടുണ്ടോ ആദ്യകാലങ്ങളിൽ സ്റ്റേജുകളിലൊക്കെ? സ്റ്റേജുകളിൽ ഞാനീ പറയുന്ന പോലെയാണ് ഈ ഇപ്പോഴും ചെയ്യുന്നത്. കുടിയൻ സ്കിറ്റ് ചെയ്യുമ്പോൾ കുടിയനിലൂടെ താരങ്ങളുടെ ശബ്ദമായിരിക്കും. അപ്പം എന്നാ കുഴപ്പം കുടിയനാണ് അത്. നീ അത് നിന്റെ ഒരു ട്രിക്കാന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അല്ലാതെ ഒന്ന് ജാമ്യം എടുക്കണാണ് അല്ലേ? അത് കുടിയനാണല്ലോ പറഞ്ഞത്. അപ്പോൾ കുഴപ്പമില്ല, അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആയില്ലെങ്കിലും അതെ വിഷയമില്ല. ഓക്കെ. അങ്ങനെയാണ് ഞാൻ സ്റ്റാർ ചെയ്യാറ്. പക്കയായിട്ട് ചെയ്യാറില്ല. കാരണം ഇപ്പോൾ കോമഡി ഉത്സവം പോലത്തെ പരിപാടികൾക്കൊക്കെ ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകൾ. ഇപ്പോൾ മഹേഷ് കുഞ്ഞുമോൻ എന്നൊക്കെ പറയുന്നത് സൂപ്പർ ആർട്ടിസ്റ്റുകളാണ് മൊത്തത്തിലുള്ള. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറി അതാണ് നമ്മൾ ഇങ്ങനെയാക്കണത്. പണ്ടത്തെ മറ്റേ പാട്ട് ഫിഗറിലേക്ക് മാറി മാറ്റിയതിൻ്റെ മൊത്തത്തിലൊരു ട്രിക്ക് കളിയുണ്ട്. അപ്പോൾ ഈ കുടിയനാണെങ്കിലും ആരെയാണ് അനുകരിക്കാറ്? ഞാൻ കുടിയനിൽ ചെയ്യണത് ലാലേട്ടൻ്റെ ശബ്ദം അനുകരിക്കും. പിന്നെ അതുപോലെ രാഷ്ട്രീയ നേതാക്കളുടെ ശബ്ദം അനുകരിക്കും. പിന്നെ അല്ലാതെ ഞാൻ ഈ പറഞ്ഞ പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ശരത് സാറിൻ്റെ ശബ്ദം. ശരത് സാർ എന്തായാലും ഒരു മിമിക്രി ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഇത് കാണുന്ന പ്രേക്ഷകർക്കറിയാം, എന്തെങ്കിലുമൊക്കെ ഒരു ശബ്ദാനുകരണം പ്രതീക്ഷിക്കും അവർ. ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് വേണ്ടി ഒന്ന് അനുകരിക്കാം. നിരന്തരം പ്രോഗ്രാം ആയതുകൊണ്ടും സിനിമാ ലൊക്കേഷനിലേക്ക് പായുന്നത് കൊണ്ടും ശബ്ദം ശരിയല്ല. ഉറക്കമില്ലായ്മയുടെ പ്രശ്നത്തിന് ശബ്ദം ശരിയല്ല. എടുത്തോ മ്യൂസിക് ഡയറക്ടർ ശരത് സാറിൻ്റെ ശബ്ദം. എന്താ മകളിങ്ങനെ ഇരിക്കുന്നത്?
മകളെ മോനാം പാടി പാടി അങ്ങ് കയറി പോകണം മകളെ. സംഗീതം എന്ന് പറഞ്ഞാൽ വലിയൊരു തെങ്ങാണ്. മൂടില്ലാത്ത തെങ്ങാണെങ്കിൽ താഴെ വീണ് മൂട് പോകും. മോനാ തുണ്ടുവല്ലൊക്കെ പാടിയപ്പോൾ എന്താ കാട്ടിയത്? പാടിയപ്പം ടെമ്പോ വന്നില്ല മക്കളെ. ഒരു പെട്ടിയോട്ടിട്ടെങ്കിലും വിളിച്ചോണ്ട് പോരാൻ മേലായിരുന്നു. നന്നായിരുന്നു മോനെ, സൂപ്പറായിരുന്നു. അടിപൊളി. സംഗീതം അലഞ്ഞിട്ടുണ്ട് അതും തേടി. നിലാവിൽ യമുനയുടെ കരയിൽ നക്ഷത്രം എണ്ണി കിടക്കുന്നവന് ഒരു വെളിപ്പാടുണ്ടാകുന്നു. എന്താ? ഗ്വാളിയറിലേക്ക് വെച്ച് പിടിപ്പിക്കാൻ. എന്തിനാ? ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം. ഗ്വാളിയർ ഖൊരാന മാജിക് പീകോക്കിനെ കുറിച്ച് അറിയാൻ ചെന്നപ്പെട്ടത് ഒരു പഴയ സിംഹത്തിൻ്റെ മടയിൽ. ഉസ്താദ് ബാദുഷാ ഖാൻ മുപ്പര് നല്ല ഫിറ്റാ. എന്താ കാര്യം? നല്ല ക്ലാസ് ഫാൻ. ആവശ്യമറിയിച്ചു ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഊരുദണ്ഡിയുടെ വോട്ടക്കേശയിൽ എന്താ ഉള്ളേ? ജബ്രോം കി ജിന്ദഗി ജോ കഭി നഹി ഖതം ഹോ ജാതി ഹൈ. ശംഭു മഹാദേവ്. മൈക്കിൽ കുറച്ചുകൂടെ ഡെപ്ത് ഉണ്ട്. വേറെ സ്റ്റാർ ഞാൻ ഈ ജാഫ്രിക്കയുടെ ശബ്ദം ജാഫ്രിക്ക എടുക്കുന്നത് അങ്ങനെയല്ല. ഞാൻ ജാഫ്രിക്കയുടെ ശബ്ദത്തിന് ഇതായിട്ട് സ്റ്റേജിൽ അത് പെർഫോം ചെയ്യുമ്പോൾ വെച്ചാൽ അവരൊന്ന് ചിരിപ്പിക്കാനും ഒക്കെ ആയിട്ട് ജാഫ്രിക്ക കോഴിത്തൂവല് ചെവിയിലിടുമ്പോൾ ഉണ്ടാകുന്ന അത് ജാഫ്രിക്ക സിനിമയിൽ അവതരിപ്പിച്ചാൽ അല്ലെങ്കിൽ നിന്റെ ക്രിയേഷനാണ്? എൻ്റെ ക്രിയേഷനാണ്. ജാഫ്രിക്ക ഇതുപോലെ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ സുഭാഷ് കരുനാഗപ്പള്ളി എന്ന് തോന്നുന്നു ആങ്കർ. അപ്പോൾ ഞങ്ങൾ സ്റ്റേജിൽ നിൽക്കാൻ നേരത്ത് സുഭാഷ് ചേട്ടൻ പെട്ടെന്ന് ഇങ്ങനെ സ്റ്റാർ ഇങ്ങനെ ചെയ്ത് വന്നപ്പോൾ ഞാനിങ്ങനെ ജാഫ്രിക്കയുടെ ശബ്ദം അനുകരിക്കാറുണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ജാഫ്രിക്കയുടെ പരിപാടിയാണത്. നേരെ ജാഫ്രിക്കനെ വിളിച്ച് വേദി കയറ്റി. അപ്പോൾ ജാഫ്രിക്ക കൂടെ നിൽക്കുമ്പോൾ തന്നെ ജാഫ്രിക്കയുടെ ശബ്ദം അനുകരിക്കുകയാണ് സുമേഷ് ചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞിട്ട് അനൗൺസ് ചെയ്തു. ഞാനാണെങ്കിൽ ജാഫ്രിക്കയുടെ സിനിമ ഡയലോഗ് അല്ല പറയണേ, ഇതങ്ങ് കാണിക്കുമല്ലേ. മാക്സിമം നമ്മളതിന് ഈ ഒരു കാർട്ടൂൺ പോലെ നമ്മൾ അതിനെ കൊഴിപ്പിച്ചാലേ അതിന് ചിരി കിട്ടത്തുള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷെ ജാഫ്രിക്കയ്ക്ക് ഇതങ്ങ് കളിയാക്കുന്ന പോലെ ആയിപ്പോയി. ജാഫ്രിക്ക പുറകെ നീ വാട്ടോ അങ്ങനെയായിപ്പോയി. അതെങ്ങനെ നീ എന്താ അതിലെന്താ അവതരിപ്പിച്ചത്? അവതരിപ്പിച്ചത് പറഞ്ഞാൽ ജാഫ്രിക്ക ഒരു കോഴിത്തൂല് ചെവി ഉണ്ടാവുള്ള വ്യത്യാസം അത് എന്നാ സുഖാടാ മേടിക്ക പറ്റൂലില്ല. ഏതെങ്കിലും പാവപ്പെട്ട ഏതെങ്കിലും കോഴിയില്ലാത്തൊരു വീട്ടിൽ പോയി കോഴീനടിച്ച് പറ്റിച്ച് എൻ്റെ തുവലിയെ വിട്ട് ചത്താമയായിരുന്നു. എനിക്ക് 5 മണി അടിക്കുക. ഇത് ജാഫ്രിക്ക ഇതായിട്ട് തോന്നിയോ? അത് ജാഫ്രിക്കയ്ക്ക് ഇത് കയറി കൂടുതലായി പോയി ഈ സുഖിക്കലേ. നീ സ്റ്റേജ് കുറച്ചുകൂടെ ഒന്ന് ജനങ്ങളുടെ ചിരി കിട്ടുമ്പോൾ കുറച്ചുകൂടെ ഇതാവും. അത് ആവൂല്ലോ. പിന്നെ ഇരിക്കുമല്ലോ, നിന്നുകൊണ്ട് ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും സുമേഷ് വളരെ ഭംഗിയായി പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആ സമയത്ത്. ഇപ്പം ഞാൻ ഈ അടുത്ത ദിവസം പെരുമ്പാവൂർ വരെ ഷോയിൽ ഞാൻ കണ്ടതാ പാടുന്നത്. പാട്ട് ഞാൻ പറഞ്ഞല്ലോ ശബ്ദത്തിൻ്റെ പ്രശ്നമുണ്ട്. എനിക്കൊരു പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് കൊടുക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. നമുക്ക് നല്ലതാണത്. പിന്നെ അല്ലാണ്ട് പിന്നെ എന്നാലും ഞാൻ പാട്ടിൻ്റെ എന്തായാലും ഞാൻ മാർക്കിടാനൊന്നും ഇരിക്കുന്നില്ല. ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് പെൺകുട്ടിയുടെ പുറകെ നടന്ന് ബാക്ക് സീറ്റിലിരുന്ന് ഉറങ്ങിപ്പോയ രാത്രി യാത്ര ചെയ്യുമ്പോൾ ടൂറ് കാമുകിടന്ന് ഉറങ്ങുന്ന കാമുകിയെ ഓർത്തിട്ട് ഇരുന്ന് പാടുന്നു. ഓക്കെ, ഈ പാട്ട് പാടിയിട്ട് അവർ എഴുന്നേറ്റിട്ടില്ല എന്നുള്ള ഓർക്കണം. ഇത്രയും ഇതെങ്ങനെ സുമേഷ് എഴുതിയതാണോ അല്ലെങ്കിൽ അത് എൻ്റെ ഒരു ഭാവനയാണോ? ഭാവനയാണത്. ഓക്കെ, തകർക്ക്, അതാണ് വേണ്ടത്. മയഴി കണ്ണിൻ്റെ മഞ്ചാടിക്കവിളത്ത് മണിമാരൻ വരുന്നതും കാത്ത് കസ്തൂരി നിലാവിൻ്റെ കനവ് പുൽപ്പായയിൽ ഉറങ്ങാതിരുന്നോളെ ഉറങ്ങാതിരുന്നോളെ. ഇത് പാടിയപ്പോഴും ഉറങ്ങാതിരിക്കില്ലായിരുന്നു, നല്ല ഉറക്കം വിളിച്ചോർന്ന് ഉറക്കമായിരുന്നു. ആണല്ലേ? പക്ഷെ നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എനിക്കിങ്ങനെ ഉള്ള വിരുത്തങ്ങൾ ഭയങ്കര ഇഷ്ടമാട്ടാ. വേറൊരു വിരുത്തം പാടാം. വേറൊരു വിരുത്തം. കൈത്തുടിതാളം തട്ടി തെയ്തകമേളമിട്ട് വാ
പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് പഠിച്ചിട്ടില്ല. പിന്നെ ഈ പാട്ട് പഠിച്ചിട്ടുണ്ടോ കഥ നിനക്കറിയാമോ? പാട്ട് പഠിച്ചിട്ടുണ്ടോ എന്നുള്ള കഥ അറിയാമോ? ഇല്ലില്ല. ഇപ്പം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ബിജുക്കുട്ടൻ, ജാഫർ ഇവരെല്ലാം വട്ടം കൂടി നിന്നപ്പോൾ ഒരുത്തൻ അവിടെ ഇരുന്നിട്ട് വണ്ടി ഓടിക്കാൻ വന്ന ഒരു പയ്യനാണ്. അവൻ എന്ന് പാടി ഇവരെല്ലാം കൂടെ സ്റ്റക്കായിട്ട് പിന്നെ നോക്കി. അപ്പോൾ ഇവൻ എന്താ ഏട്ടാ നീ ഇപ്പം പാടി തരാ ഞാൻ, നീ പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല. ഇത് പാട്ട് പഠിക്കാണ്ട് ഇങ്ങനെ വരില്ല. ഇല്ല ഞങ്ങൾ പാട്ട് പഠിച്ചിട്ടില്ല. നുണ പറയില്ല പ്ലീസ്, നുണ പറയരുത്. ഇത് പാട്ട് പഠിക്കാണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റില്ലടാ. അങ്ങനെ ഇവരങ്ങോട്ട് ബൂസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇവന് പാട്ടുകാരനാക്കി. പാട്ട് ഇവൻ എന്ത് ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല. പാട്ട് പഠിക്കാണ്ട് ഇങ്ങനെ കിട്ടില്ല. എല്ലാവരും കൂടെ അങ്ങ് കൂടിപ്പിടി. ഇവൻ പറയാ ലാസ്റ്റ് ഇവൻ പറയാ ചേച്ചി പഠിച്ചിട്ടുണ്ടെന്ന്. ചേച്ചി പഠിച്ചിട്ടുണ്ടെന്ന്. അപ്പം പിന്നെ ചേച്ചി പഠി നിനക്കെങ്ങനെ ഇരുന്നേ? ഞാനൊരു ദിവസം ചേച്ചീനെ സംഗീത ക്ലാസ്സിൽ കൊണ്ടാക്കാൻ പോയിട്ടുണ്ടെന്ന് അങ്ങനെ എന്ന് പറഞ്ഞതുപോലെ. അതുപോലെ എന്തായാലും അടുത്ത പടങ്ങളൊക്കെ അടുത്ത പടങ്ങൾ ഒരു 2 പടങ്ങളുണ്ടോ? അടുത്ത് 3 സിനിമകളുണ്ട്. ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് ഡേറ്റ് ഒന്നും കൺഫേം ആയിട്ടില്ല. പക്ഷേ വിളിച്ചിട്ടുണ്ട് 2-3 സിനിമകളിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജവാനും മുല്ലപ്പൂവും ചെയ്ത ആ ടീം തന്നെ ഒരു പടം പുതിയത് ചെയ്യുന്നുണ്ട്, അതിനകത്തും ഉണ്ടാവും. ഓക്കെ, വെരി ഗുഡ്. പിന്നെ അപ്പം ഡേറ്റുകൾ കൺഫേം അല്ലെന്നുള്ളൂ. സിനിമയ്ക്ക് വേണ്ടി കൊതിച്ച് ഇങ്ങനെ എണ്ണ കാച്ചിക്കൊണ്ടിരിക്കുന്നു. പടം എന്താ പറയുക, സിനിമയിൽ തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതും നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യുക. ഈ ഷാജോൻ ചേട്ടൻ്റെ ഒരു വരവ്, സുരാജിൻ്റെ ഒക്കെ ഒരു വരവ് പോലെ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു കഥാപാത്രങ്ങൾ ചെയ്യാനും കരയിപ്പിക്കാനും സീരിയസ് ആയിട്ടുള്ള കോമഡികൾ ചെയ്യാനും അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ എന്താ പറയുക അങ്ങനെ ചെയ്യണമെന്നൊക്കെ വലിയ താല്പര്യമാണ്. ഓക്കെ, ഒരുപാട് സിനിമകൾ കിട്ടട്ടെ. മനസ്സിൽ ഇപ്പോൾ പറഞ്ഞതുപോലുള്ള ആഗ്രഹങ്ങൾ പോലെ ഒരുപാട് കഥാപാത്രങ്ങൾ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും അതുപോലെ തന്നെ കരയിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന നല്ല സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രങ്ങളെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അഭിനന്ദിക്കുന്നു. താങ്ക് യു വെരി മച്ച്.